കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാരുണ്ടാവില്ലേ? അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമല്ലേ? അവർ ചിലപ്പോഴെല്ലാം നിങ്ങളെ വഴക്കു പറയാറില്ലേ? അതുപോലൊരു മുത്തശ്ശി നമുക്ക് പരിചയപ്പെട്ടാലോ? കഥയുടെ പേരാണ് മുത്തശ്ശിയും കാക്കകളും. ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി എന്നും തന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും വലിയ മരങ്ങളും നട്ടുപിടിപ്പിച്ച് മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്ത് ഭംഗിയുള്ള പൂന്തോട്ടവുമുണ്ട്. പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിച്ചിരുന്ന മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ വന്നിരിക്കുന്ന കാക്കകളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മുത്തശ്ശി അവരോട് നിരന്തരം വഴക്കു കൂടുമായിരുന്നു. ശല്യങ്ങള് എന്നും വന്നിരിക്കും, പൂന്തോട്ടത്തിലെ തേനീച്ചക്കൂട്ടം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ മുത്തശ്ശി എന്തിനാ പാവം കാക്കകളെ എന്നും ആട്ടി ഓടിച്ചു വിടുന്നത്? ചിലപ്പോൾ കാക്കകൾക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആരെയും വില കുറച്ച് കാണുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മുത്തശ്ശിക്ക് പ്രായം കൂടി വന്നു. ഒരു ദിവസം മുത്തശ്ശിക്ക് വയ്യാതെ കിടപ്പിലായി. മുത്തശ്ശി മുത്തശ്ശിയുടെ മുറിയിലെ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കി. അയ്യോ, എന്റെ വീടും പരിസരവുമെല്ലാം വൃത്തികേടായി കിടക്കുന്നല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളല്ലോ. ഇനിയിപ്പോൾ അസുഖമെല്ലാം മാറിയിട്ട് വീടും പരിസരവും വൃത്തിയാക്കാം. പതിവ് പോലെ കാക്കകൾ മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ വന്നിരുന്നു. മുത്തശ്ശി ഇന്ന് പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. വീടും പരിസരവുമെല്ലാം കരിയിലകളും ചുള്ളിക്കമ്പുകളും കൊണ്ട് നിറഞ്ഞു. മുത്തശ്ശി ചിലപ്പോൾ പുറത്തേക്ക് പോയി കാണും. മുത്തശ്ശിക്ക് വയ്യാണ്ടോ മറ്റോ ആവുമോ? കൂട്ടുകാരെ, നമുക്ക് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാം. അത് വേണോ? മുത്തശ്ശിക്ക് ഇഷ്ടമാവുമോ? മുത്തശ്ശി എന്നും നമ്മളെ വഴക്കു പറഞ്ഞ് ആട്ടി ഓടിക്കുന്നതല്ലേ. അതൊന്നും കാര്യമാക്കണ്ട, മുത്തശ്ശിക്ക് സന്തോഷമാകട്ടെ. അങ്ങനെ കാക്കകൾ മുത്തശ്ശിയുടെ വീടും പരിസരവും വൃത്തിയാക്കി. പൂന്തോട്ടത്തിലെ തേനീച്ചക്കൂട്ടം പറഞ്ഞു, ഇവർക്ക് കിട്ടിയതൊന്നും പോരെ. ഇവർക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നും വഴക്ക് വാങ്ങിച്ചു കൂട്ടാനിട്ട. എന്തായാലും ഇവര് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. അതെ അതെ, നമുക്ക് കാത്തിരുന്ന് കാണാം. മുത്തശ്ശി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മുത്തശ്ശി ഇതെല്ലാം കണ്ടു. ദൈവമേ, ഈ പാവങ്ങളെയാണോ ഞാൻ ഇത്രയും നാളും വഴക്ക് പറഞ്ഞ് ആട്ടി ഓടിച്ചു വിട്ടത്? മരക്കൊമ്പിൽ വന്നിരുന്ന കലപില കൂട്ടുന്ന കാക്കക്കൂട്ടത്തിന് ഇത്ര നല്ല മനസ്സായിരുന്നു. മുത്തശ്ശിക്ക് വിഷമമായി. മുത്തശ്ശി അടുക്കളയിലേക്ക് പോയി ഒരു പാത്രം നിറയെ നെയ്യപ്പം എടുത്തു. മുത്തശ്ശി പുറത്തേക്ക് വരുന്നത് കണ്ട് കാക്കകൾ മരക്കൊമ്പിലേക്ക് പറന്നു. അയ്യോ മക്കളെ, പോകല്ലേ, ഇതെല്ലാം നിങ്ങൾക്കാ. മുത്തശ്ശി ഒന്നും ചെയ്യില്ലാട്ടോ. മുത്തശ്ശി സന്തോഷത്തോടെ വാഴയിലേക്ക് നെയ്യപ്പങ്ങൾ നിരത്തി വെച്ചു. മുത്തശ്ശി സന്തോഷത്തോടെ തന്ന നെയ്യപ്പം കാക്കകൾ കൊത്തി കൊത്തി തിന്നു. കൂട്ടുകാരെ, ഇതിൽ